ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ കാലാകാലങ്ങളായി പരമ്പരാഗതമായി ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതെന്താണെന്ന് ഞാനിത് കാണിച്ചു തരാം. തൽക്കാലം ഞാൻ ഇതൊന്ന് ഇടിയപ്പം പ്രസ് ചെയ്തോട്ടെ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതുണ്ടോ, ഇതിൻ്റെ ഈ ത്രെഡ് കറക്റ്റായി കയറില്ല, ഒന്ന് ചെരിഞ്ഞും ഇതൊക്കെയാണ് കയറുന്നത്. പക്ഷെ അതൊന്ന് ശരിയാക്കി നമ്മളത് ഇതിനെ പീച്ചാൻ തുടങ്ങുമ്പോൾ പിന്നെ ഇത് കറങ്ങുന്നു, ഭയങ്കര ടൈറ്റായിരിക്കും. അതായത് ഇത് ഉണ്ടാക്കിയവന്മാർ, അതായത് ഡിസൈൻ ചെയ്തവന്മാർക്കാണ്ട് ഇവിടെ ഒരു ഗ്രിപ്പോ എന്തെങ്കിലും വെക്കാനുള്ള ഒരു ബുദ്ധി പോലും ഇല്ല. എന്നാലും നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന് മുമ്പ് പ്രസ്സായിരുന്നു, ഇങ്ങനെ കൈ കൊണ്ട് രണ്ടും കൂടെ പ്രസ് ചെയ്യുന്നതായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ പിന്നെ സ്റ്റീലിലാക്കിയിട്ടുണ്ടേ ഇതുപോലെ കൈ നമ്മൾ വെച്ച് ഇത് കറക്കുമ്പോൾ എന്ത് ചെയ്യും, കൈ വഴുതി പോകും. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ പിതുക്കി കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ഊരുകയാണ്. ഇതിൻ്റെ അടുത്തൊരു പ്രശ്നം, അതായത് ഇന്നതുവരെ പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണത്. നിങ്ങളെല്ലാവരും അത് ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ഇതുപോലെ ഒരു ചെറിയ ക്വാണ്ടിറ്റി മാവ് ഇതുപോലെ ഇരിക്കും. ഇത് അവസാനം വരുമ്പോൾ എന്ത് ചെയ്യുന്ന കൊഴുക്കട്ട മാതിരി പിന്നെ ഇത് വേവിക്കുന്ന പാത്രത്തിൻ്റെ മുകളിൽ വെച്ച് വേവിച്ച് തരികയാണ് പതിവ്. അപ്പോൾ ഈ പ്രശ്നത്തിനൊക്കെ നമുക്കൊരു പരിഹാരം കാണണം. ഇതൊരു വലിയ പ്രശ്നമാണ്, ഇതുവരെ പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ്. പരമ്പരാഗതമായി ഇങ്ങനെ ഈ മാവ് ഇത് തിരിച്ചെടുക്കുമ്പോൾ കുറച്ച് ഇതിലൂടെ വരുന്നത് വളരെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് പരിഹരിക്കാൻ പറ്റുന്ന ഒരു യന്ത്രം ആരെങ്കിലും നിർമ്മിക്കുമെന്ന് വിശ്വസിക്കുന്നു.